ജമ്മു കശ്മീരിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. ഖത്രയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. 30 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപത്തെ മണ്ണിടിച്ചിലാണ് മരണമുണ്ടായത്. മേഘവിസ്ഫോടനമുണ്ടായ ഡോഡയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. തൗഫീഖ്, എത്ര ഗുരുതരമാണ് ജമ്മു കശ്മീരിലെ സ്ഥിതി? എപ്പോഴാണ് ഖത്രയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായത്? ഇനി എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ടെന്നാണ് കരുതുന്നത്? ദിവ്യ, ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 30 ആളുകൾക്ക് ജീവൻ നഷ്ടമായതായിട്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപമായിട്ടായിരുന്നു ഇന്നലെ വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ടായത്. ആ സമയത്ത് നിരവധി ആളുകൾ ആ പരിസരത്തുണ്ടായിരുന്നു. അവരിൽ 30 പേരുടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ചില ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്നലെ ജമ്മുകാശ്മീരിന്റെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മേഘവിസ്ഫോടനമെല്ലാം ഉണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി നിലവിൽ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതായിട്ട് ഒമർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഈ ക്ഷേത്രത്തിൽ വൈഷ്ണവ് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയ ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ നിന്ന് ആളുകൾ എത്രയും വേഗം മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി ഇപ്പോൾ ജമ്മുകാശ്മീർ പോലീസ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തൗഫീഖ്, തുടർച്ചയായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലുമൊക്കെ ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. അതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് ഈ പ്രധാന റോഡുകൾ ഉൾപ്പെടെ അടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള പ്രധാന പാതയാണ്. ഈ പാത ഉൾപ്പെടെ പല സമയങ്ങളിൽ ഇപ്പോൾ അടച്ചിടുകയാണ്. കാരണം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കായി റോഡുകൾ തുറന്നു നൽകിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റോഡുകൾ ഉൾപ്പെടെ അടക്കുന്നത്. ഇതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് അവർ കൃത്യമായിട്ട് വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി നിലവിൽ ഉണ്ട്. ഈ പ്രധാനമായും ഈ വൈഷ്ണവ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. നിരവധി ആളുകൾ നിരവധി ഭക്തർ ഓരോ ദിവസവും വന്നു മടങ്ങുന്ന ക്ഷേത്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ക്ഷേത്രത്തെ ദർശനം തൽക്കാലമായി അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള യാത്രകൾ നിർത്തിവെച്ചിരിക്കുകയാണ് സർക്കാർ. ഇനിയിപ്പോൾ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് കൂടി ഇപ്പോൾ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിസന്ധി തുടരുന്നത് ഈ മഴ ശക്തമായി തന്നെ വിവിധയിടങ്ങളിൽ തുടർച്ചയായിട്ടുള്ള മഴയാണ് വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എന്തായാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആളുകളെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നുണ്ട് എന്നുകൂടി സർക്കാർ അറിയിച്ചിട്ടുണ്ട്.